ഏട്ടാ ഏട്ടാ ഡിവൈഎസ്പി വിളിക്കണു. എടുത്തോ എടുത്തോ. എടുക്കാൻ പറ്റൂല, അത് കട്ടായി. തിരിച്ചു വിളിച്ചിട്ടേ ഞാൻ കക്കൂസിലാണ് പറ. ഫോൺ കുറച്ച് മുമ്പ് വിളിച്ചപ്പോഴും ഞാൻ അത് തന്നെ പറഞ്ഞേ. ഇതെന്ത് തപസ്സിരിക്കാണ്, ഇങ്ങോട്ട് ഇറങ്ങ് ഏട്ടാ. എന്താണ് എന്തിനാ കിടന്ന് അലർന്നു നീ? എത്ര നേരായി? സാർ കൊറേ നേരമായി വിളിക്കുന്നു. അയാള് വിളിക്കട്ടെ. നീ നിൽക്കാനും വയ്യ ഇരിക്കാനും വയ്യ കേട്ടോ. അപ്പൊ ഇന്ന് ആശുപത്രി പോണം എന്തായാലും. ആശുപത്രി പോകുന്നും വേണ്ടാന്ന്. SI സത്യശീലനെ മൂലക്കുര നിറഞ്ഞു കഴിഞ്ഞാലേ നാട്ടുകാർ ചിരിക്കും. നല്ല തമാശയായിരിക്കും അവർക്ക്. പിന്നെ അസുഖം വന്ന ഡോക്ടറെ കണ്ടു. മാത്രല്ല സ്റ്റേഷനിൽ പിടിച്ചോണ്ട് വരുന്ന കള്ളന്മാർക്ക് SIക്ക് മൂലക്കുര നിറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ആ വടിവാള് ദാമുവിന്റെ മുമ്പിലൊക്കെ നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എനിക്ക് ആലോചിക്കാൻ വയ്യ. എന്നാ ആ സാറിനൊന്നും തിരിച്ചു വിളിക്കും, കുറെ നേരം വിളിച്ചല്ലേ. നിൽക്കാനും വയ്യ ഇരിക്കാനും വയ്യ. നീ കണ്ണുന്നൊക്കെ പൊന്നിച്ച പറഞ്ഞു. SI എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ലാതെ വിളിക്കാൻ ഇയാളെ. ഹലോ. സാറേ നമസ്കാരം. ഇല്ലില്ല ഇറങ്ങിയില്ല ഇറങ്ങാൻ പോണു. ഞാൻ രാവിലെ മുതൽ വയറിന് തീരെ സുഖമില്ല സാറേ. അപ്പോൾ അത് ഇല്ല ഇറങ്ങണം. ഇപ്പം ഇറങ്ങും. ഇല്ല നേരെ സ്റ്റേഷനിലേക്ക് തന്നെ. ഓക്കെ. ഇന്ന് ലീവാന്ന് അങ്ങോട്ട് പറയാൻ പാടില്ലായിരുന്നോ? എങ്ങനെ ലീവ് എടുക്കുന്നത്? ഇത് എന്നെ കാണാത്തോണ്ട് വിളിച്ചോണ്ടിരിക്കുകയാണ് സാറ്. വയ്യ അതുകൊണ്ട് വരില്ലാന്ന് നിങ്ങൾ പറയണം. ഈ നേരെ നിൽക്കാൻ പറ്റാത്ത ആളെ എങ്ങനെ കള്ളനെ പിടിക്കാൻ പോണേ? ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. ഇങ്ങനെ നിന്നാ പോയി. അത് തന്നെ ഞാൻ പറയണേ, ഇന്ന് പോണ്ടാന്ന്. പോവാതിരിക്കാൻ പറ്റില്ല. ഈ ഒരു കാര്യം ചെയ്യ്, എൻ്റെ ആ പാൻറ് എടുത്ത് വെക്ക്. ഞാൻ ഒന്നുകൂടെ പോയിട്ട് വരാം. അല്ലാതെ ഇപ്പം ഒന്ന് സ്റ്റേഷൻ വരത്തില്ല. ഹലോ സാർ. അല്ല സാർ, PC സുഗതനാണ്. സാറ് കക്കൂസിലാണ് സാർ. അല്ല അത് പിന്നെ സാറിന് വയറിന് തീരെ സുഖമില്ല സാർ. വന്ന് വിളിക്കാൻ പറയാം സാർ. സാർ എന്താ സത്യനെടുത്തോ? സാറ് കക്കൂസില. ഞാൻ ഇവിടെ എപ്പം വരും പോവും കക്കൂസിൽ. ഇവിടെ കണ്ടിട്ട ഇതെന്താ ഓഫീസ് കക്കൂസിലാക്കിയ കാര്യം പറയാം. അല്ല അത് സാറിപ്പോ കക്കൂസ് കാര്യം കഴിഞ്ഞ് അങ്ങോട്ട് വരും. സാറിന്റെ കാര്യമല്ല, എന്റെ കാര്യം കൊണ്ട് ഇവിടെ പറഞ്ഞു തീർക്കണ്ടേ. വിളിക്ക് പെട്ടെന്ന് കാര്യം പോണം. എന്താ ഈ പറയണത്? ഈ വക സമയത്തൊക്കെ ഇങ്ങനെ ഇടക്കിട്ട് വരാൻ പറ്റുക? അത് സംഭവം കഴിയുമ്പോൾ സാറിങ്ങോട്ട് വരുന്നേ. എനിക്കവിടെ നിൽക്കാനും ഇരിക്കാനും പറ്റുന്നില്ല. സാറിന് അതന്നെ പ്രശ്നം, നിൽക്കാനും ഇരിക്കാനും പറ്റണില്ല. അതൊന്നും എനിക്ക് കേൾക്കണ്ട. ഞാൻ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന LC സെക്രട്ടറിയാണ്. മന്ത്രി ഇപ്പൊ ഈ ഫോണിൽ വിളിക്കും. എനിക്ക് സമാധാനം പറയണം. സാറ് വരട്ടെ നേതാവേ. തിരക്ക് ആർക്കാ തിരക്കില്ലാത്തത്? എനക്കാ തിരക്കില്ലാത്തത്? എനിക്ക് മുഴുവൻ തിരക്കാണ്. സമാധാനം പറയണം. ഒരു രക്ഷയില്ലടോ, ഒരു രക്ഷയില്ല. അവിടെ പ്രശ്നം ഉണ്ടാക്കി. ഇരിക്കേ. എന്താ ഇരിക്കെ. എന്താ കാര്യം? നിങ്ങൾ ഇരിക്ക്. അത് വേണ്ട, ഞാൻ നിന്നോളാം. പറഞ്ഞു ഇങ്ങോട്ട് ഇരുന്ന് പറ. ഞാൻ നിന്നോളാന്നേ. അല്ല സാറ് ഇരിക്കേ. അല്ല വേണ്ട, സാർ അവിടെ നിന്നോളൂ. ബഹുമാനം. അടുത്ത ഇലക്ഷനിൽ ഞാൻ മത്സരിക്കും, മന്ത്രിയാവും. ഈ ബഹുമാനം അന്നേരം കാണിച്ചാൽ മതി. ഇപ്പിരിക്ക്. എന്താ കാര്യം പറയ്. ഞങ്ങളുടെ പാർട്ടിയിലെ കോളേജ് പിള്ളേര് സ്വാതന്ത്ര്യ സംരക്ഷണ ജാഥ നടത്തിയതിന്റെ ഇടയിൽ കയറി നിങ്ങൾ ഷോ ഉണ്ടാക്കി. ആ കാലം കോലമായി. അതിന് കാരണം പറ. അത് പറഞ്ഞിട്ട് മതി ബാക്കി അങ്ങോട്ടുള്ള കാര്യം. എന്റെ നേതാവെ, നടക്കാവ് മുതൽ കലിങ്ക് വരെയാണ് പിള്ളേര് പെർമിഷൻ എടുത്തത്. ആവേശം മൂത്തിട്ട് ഹൈവേ കയറിയപ്പോഴാണ് ഞങ്ങൾ ഇടപെട്ടത്. സ്വാതന്ത്ര്യ സംരക്ഷണ ജാഥയല്ലേ? ആവേശം മുക്കൂലേ? പിള്ളേരല്ലേ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ആവേശം മൂത്തിട്ടില്ലേ?
നിങ്ങൾ ജാഥേന്റെ ഒക്കെ ഇടയിൽ കയറി പ്രശ്നം ഉണ്ടാക്കിയ എന്തിനാ അത് പറ. മറിമായം